മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ആസൂത്രണങ്ങളെക്കുറിച്ച് ജയിൽ അധികൃതർക്ക് സൂചന പോലും ഇല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിട്ടും അധികൃതർ അറിഞ്ഞത് രാവിലെ 6 മണിക്ക് മാത്രം. ഒരേ സമയം 3 ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിനായുള്ള ബ്ലോക്കിൽ നിന്നും പുറത്തു ചാടിയ ഗോവിന്ദച്ചാമി ജയിൽ വളപ്പിൽ 3 മണിക്കൂർ ഒളിച്ചിരുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഓരോ ഘട്ടത്തിലും വലിയ വീഴ്ച സംഭവിച്ചു. ഇന്ന് രാവിലെ മുതലുള്ള വീഴ്ച മാത്രമല്ല, 1 മാസമായി ആസൂത്രണം നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല? ഇതുപോലൊരു കുറ്റവാളിക്ക് ഇങ്ങനെ ജയിൽ ചാടാൻ സാധിച്ചുവെങ്കിൽ അത് എത്ര വലിയ വീഴ്ചയാണെന്ന് കൂടി വ്യക്തമാവുകയല്ലേ ഇതിലൂടെ? ഉറപ്പായും ശ്രുതി, ഗുരുതരമായ വീഴ്ചകളുടെ വലിയ പട്ടിക തന്നെയാണ് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. അതായത് ഇപ്പോൾ മൊഴി നൽകിയതനുസരിച്ചാണ് 1.5 മാസം മുമ്പുള്ള തയ്യാറെടുപ്പ് നടത്തി എന്നുള്ള വിവരം പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തതിൽ നിന്ന്. പക്ഷേ ഗോവിന്ദച്ചാമി ജയിലിൽ നടത്തിയത് ഒരു 5-6 മാസം മുമ്പെങ്കിലും തുടങ്ങിയ വലിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് എന്നതിൻ്റെ തെളിവുകൾ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം വലിയ ആരോഗ്യ ദൃഢഗാത്രനായ, ശരീരം നല്ല തടിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗോവിന്ദച്ചാമി. ഗോവിന്ദച്ചാമിക്ക് ആ ശരീരവും വെച്ച് സെല്ലിൽ നിന്ന് പുറത്തേക്ക് വരിക സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ഒരുപാട് കമ്പികൾ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം പകുതിയാക്കി കുറച്ചിരുന്നു എന്ന് ഉദ്യോഗസ്ഥരും നേരത്തെ അവിടെ തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവരും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതേ മാതൃകയിൽ തന്നെയാണ് ആ ഗോവിന്ദച്ചാമിയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോഴുള്ള ഗോവിന്ദച്ചാമിയെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ തടിച്ച ശരീരമുള്ള ആളായിരുന്നു ഗോവിന്ദച്ചാമിയെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തു വരുമ്പോൾ കാണുന്നത് മെലിഞ്ഞ് എല്ലും തോലുമായ ഗോവിന്ദച്ചാമിയെയാണ്. അതിനുവേണ്ടി ഗോവിന്ദച്ചാമി തിരഞ്ഞെടുത്ത മാർഗം ജയിലിലെ ആശുപത്രിയിലെ ഡോക്ടറെ കൊണ്ട് തനിക്ക് ചോറ് വേണ്ട എന്ന കാര്യം എഴുതിപ്പിക്കലായിരുന്നു. അതായത് ചോറ് ഒഴിവാക്കി പൂർണ്ണമായി ചപ്പാത്തിയിലേക്ക് ആ ഗോവിന്ദച്ചാമി മാറി എന്നുള്ളതാണ്. അങ്ങനെ ചോറ് ഒഴിവാക്കി ഒരുപാട് മാസക്കാലം പരിശ്രമിച്ചാൽ മാത്രമേ നമ്മൾ ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട രീതിയിലുള്ള ശരീരത്തിലേക്ക് ഉറപ്പായും ഗോവിന്ദച്ചാമിക്ക് മാറാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ഒരുപാട് കാലം മുമ്പുള്ള ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഗോവിന്ദച്ചാമി സ്ഥിരമായി ഭക്ഷണം ഉപേക്ഷിച്ച്, ചോറ് ഉപേക്ഷിച്ച് ചപ്പാത്തിയിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യം ആ ജയിൽ അധികൃതർ അത് നോക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ വാർഡന്മാർക്ക് മാത്രമല്ല, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീർന്നില്ല ശ്രുതി, ഗോവിന്ദച്ചാമി താടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമി നേരത്തെ താടി വയ്ക്കാത്ത പ്രകൃതമുള്ള ആളായിരുന്നു. ആ ജയിലിലെ ചട്ടപ്രകാരം താടി വളർത്തുന്നതിനോ മുടി വളർത്തുന്നതിനോ ഒന്നും വലിയ തടസ്സമില്ല. ചില ഘട്ടങ്ങളിൽ മുടി വളർന്നാൽ, താടി വളർന്നാൽ അത് ഭക്ഷണത്തിൽ വീണ് മറ്റു തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് അധികം വളർത്താൻ വിടാറില്ല സാധാരണഗതിയിൽ. പക്ഷേ 10ാം ബ്ലോക്കിനെ സംബന്ധിച്ച് 10ാം ബ്ലോക്ക് അതീവ സുരക്ഷയുള്ള ബ്ലോക്കാണ്. അതായത് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്ക് എന്ന് പേരിട്ട് വിളിക്കേണ്ട ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്. കൊടും ക്രിമിനലുകൾ, മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിച്ച് മാനസിക വിഭ്രാന്തിയിലായവർ, ജയിലിൽ ഏതെങ്കിലും രീതിയിൽ ജയിൽ ജീവനക്കാരുമായോ മറ്റു തടവുകാരുമായോ സംഘർഷത്തിൽ ഏർപ്പെടുന്നവർ, ഇവരെ താമസിപ്പിക്കുന്ന ബ്ലോക്കാണ്. ആ സെല്ലിൽ ഒറ്റക്കായിരുന്നു ഗോവിന്ദച്ചാമി. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയുടെ താടിയും മുടിയും നീട്ടി വളർത്തുന്നതിന് ജയിൽ അധികൃതർ ഒരു നിബന്ധനയും വെച്ച് കാണില്ല. പക്ഷേ അവിടെ ഒരു വീഴ്ചയുള്ളത്, സാധാരണഗതിയിൽ താടി വയ്ക്കാത്ത ഗോവിന്ദച്ചാമി എന്തിനാണ് തൻ്റെ രൂപം പോലും മാറുന്ന രീതിയിൽ ഈ താടി വയ്ക്കുന്നത് എന്ന കാര്യം നിരീക്ഷിക്കണമായിരുന്നു ഉദ്യോഗസ്ഥർ. കാരണം തടി മെലിയുന്നു, താടി വയ്ക്കുന്നു, ഇതൊരു സൂചനയായിട്ട് കരുതാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കമ്പി മുറിച്ച കാര്യം, കമ്പി മുറിച്ചത് ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്. ഒപ്പം ജയിലിലെ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ഉപ്പും വെള്ളവും ഉപയോഗിച്ച് സ്ഥിരമായി ഈ കമ്പി മുറിക്കുന്ന സ്ഥലത്ത് ആ ഉപ്പ് പുരട്ടി ആ കമ്പി തുരുമ്പിപ്പിച്ച് അങ്ങനെ വളരെ പെട്ടെന്ന് അത് മുറിച്ചെടുക്കുന്ന നിലയിലേക്ക് പ്ലാനിങ് മാറ്റി എന്നുള്ളതാണ്. ആ ഹാക്സോ ബ്ലേഡ് കിട്ടിയിട്ടുണ്ടാവുക മിക്കവാറും ജയിലിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിന്റെ സ്ഥലത്തു നിന്നാണ്. 10ാം ബ്ലോക്കിലെ തടവുകാർ എങ്ങോട്ടേക്ക് പോയാലും അത് ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ പതിയേണ്ടതാണ്.
കാരണം ഗോവിന്ദചാമിയാണ് ആള്. പക്ഷെ എന്നിട്ടും അത് ശ്രദ്ധയിലേക്ക് വന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. ഈ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കനത്ത മഴ പെയ്യുന്ന സമയത്താണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ശബ്ദം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തത് ആരും കാണാതിരിക്കാൻ തുണി ചുറ്റിവെച്ചു എന്ന ഒരു മൊഴി കൂടി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ ഹാക്സോ ബ്ലേഡ് എടുത്തു കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് ജയിൽ അധികൃതർ കണ്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു ചോദ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 1:15 ആ സെല്ലിലെ 2 കമ്പികൾ മുറിക്കുന്നത്. കമ്പിയുടെ അടിഭാഗമാണ് മുറിച്ചെടുക്കുന്നത്. അതിനുള്ളിലെയാണ് മെലിഞ്ഞ ശരീരമുള്ള ഗോവിന്ദചാമി നൂഴ്ന്ന് പുറത്തേക്കിറങ്ങുന്നത്. പുറത്തേക്കിറങ്ങിയതിന് ശേഷം വരാന്തയിൽ ആറിയിട്ട ഉണക്കാനിട്ട തുണി അത് കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് പിന്നീട് പുറത്തേക്ക് കടക്കുന്നത്. 1:15 ജയിൽ ചാടുന്നതിന് തൊട്ട് മുമ്പ് 1:10 ഒരു വാർഡൻ അതിലെ നടന്നു പോകുന്നുണ്ടായിരുന്നു. വാർഡന്മാർ 5 മിനിറ്റ് ഇടവേളകളിൽ സാധാരണ ഇങ്ങനെ ഉലാത്തുന്ന രീതിയാണ് 10ാം ബ്ലോക്കിൽ സാധാരണയുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് കൊതുക് വലയ്ക്കുള്ളിൽ പുതച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. കനത്ത മഴ പുറത്തുള്ളത് കൊണ്ട് തന്നെ ഗോവിന്ദചാമി ടോർച്ചടിച്ച് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷവും ഉദ്യോഗസ്ഥർ അതിലൂടെ ഉലാത്തിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് 1:15 ശേഷം ഗോവിന്ദചാമി പുറത്തിറങ്ങിയതിന് ശേഷവും അതിലൂടെ ഉലാത്തുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ ആ സമയത്ത് കൊതുക് വലയ്ക്കുള്ളിലൂടെ ഗോവിന്ദചാമിയെ പോലെ മൂടി പുതച്ച് കിടക്കുന്ന രീതിയിലുള്ള രൂപമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് 1:15 പുറത്തിറങ്ങിയതിന് ശേഷം 3 മണിക്കൂർ ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സെല്ലിനകത്ത് ലൈറ്റില്ല. പുറത്തുനിന്ന് വാർഡന്മാർ ടോർച്ചടിച്ച് നോക്കണം. ജയിലിലെ ചട്ടപ്രകാരം ഉറങ്ങുന്നവരെ അകത്ത് കയറി അവിടെ ഉണ്ടോ എന്ന് നോക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാർക്കില്ല. അത് പിന്നീട് വലിയ മാനുഷിക പ്രശ്നമായി, മനുഷ്യാവകാശ പ്രശ്നമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ടോർച്ചടിച്ച് നോക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് 1:10 നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കുന്ന സമയത്ത് സ്വാഭാവികമായി കൊതുക് വളയ്ക്കുള്ളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല ഉദ്യോഗസ്ഥർ എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അവിടെ സംഭവിച്ച വീഴ്ച, വെളിച്ചമില്ലാത്ത ആ സെല്ലിനകത്ത് CCTV ഇല്ല. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുന്ന 10ാം ബ്ലോക്കിലെ നീണ്ടു കിടക്കുന്ന ആ വരാന്തയിൽ CCTV ഉണ്ട്. ആ CCTV പരിശോധിക്കേണ്ട ബാധ്യത ജയിലിലെ ഓഫീസിലുള്ളവർക്കാണ്. അത് പരിശോധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. തീർന്നില്ല. പടുകൂറ്റൻ മതിലാണ്. 10-12 അടിയൊക്കെ ഉയരമുണ്ട്. അതേപോലെ തന്നെ വലിയൊരു കുഴിയും